ഇനത്തിൽപ്പെട്ട എലിഫന്റ് ഇയർ, ആന്തൂറിയം ക്രിസ്റ്റാലിനം, അങ്ങനെ കുറെ വെറൈറ്റി ചെടികളുണ്ട്. മീനിന്റെ മുള്ളു ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം ഗാർഡൻ ടൂർ ചെയ്യാനാട്ടോ. ഈ സ്ഥലം അന്നമനാട. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ചെടികളാണ്. പോയിൻസിറ്റിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഇവിടെ ആന്തൂറിയൻ ചെടികളുടെ വെരിഗേറ്റഡ് ഇനം, എലിഫന്റ് ഇയർ, അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും നമ്മളിത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ പല പല വെറൈറ്റി ചെടികൾ. ഇത് നടത്തുന്നത് ഡാർലി ആണ് കേട്ടോ. ഡാർലിയുടെ ഗാർഡനാണിത്. അപ്പൊ ഡാർലി തന്നെ നമ്മളെ ഈ ചെടികളൊക്കെ പരിചയപ്പെടുത്തും. അപ്പൊ ഡാർലി ഈ സ്ഥലമൊക്കെ ഒന്ന് കറക്റ്റ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി. സ്ഥലം പറയുകയാണെങ്കിൽ നമ്മുടെ അന്നമനട എന്ന് പറയുന്നത് നമ്മുടെ മാള അടുത്തുള്ള, പിന്നെ കൊരട്ടിന്ന് കട്ട് ചെയ്ത് വരാം അന്നമനട. അവിടെ തന്നെ നമ്മുടെ കുമ്പിടി ചർച്ചിന്റെ അടുത്താണ് ഈ വീട്. അപ്പൊ ഡാർലിയുടെ ഈ വെറൈറ്റി ചെടികൾ ഞാൻ ഒത്തിരി ഇവിടെ കണ്ടു നോക്കി. ഇപ്പൊ ഞാൻ തന്നെ പിടിപ്പിക്കണതാ. നഴ്സറിയിലെ ചെടികളൊന്നല്ല. ഒരു ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതുമൊന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കണതാ. നമുക്ക് സെയിൽ ചെയ്യാൻ, വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ നമ്മൾ പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള. പിന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും. വളരും ചെയ്തല്ല, അത് ചെടിയോട് സ്നേഹമുള്ളവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഈ ചെടി തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതിന്റെ പേരെന്തെന്നാ? ഇത് ആൽബമാണിത്. ആൽബം. ഒത്തിരി ഇതിന് തണലുള്ള, ഇതിന് നേര് സൂര്യപ്രകാശം കിട്ടണം. അതാണ് അതിന്റെ ആ വൈറ്റ് കളറ് അതിലേക്ക് കണ്ട. ഇങ്ങനെ ഇതിനൊക്കെ ശരിക്കും ഞാൻ തണലത്താർന്നത്. പിന്നെ ഇവിടേക്ക് വെച്ചിട്ട് ശരിക്കും നല്ല വൈറ്റ് കളറായിട്ട് വരും. ഇത് മുകളിൽ കൈ എന്ത് വിലക്കാ കൊടുക്കണം? ഞാനിതൊരു 150 രൂപ 200 അങ്ങനെ കിട്ടും. ഞാൻ വാങ്ങിച്ചപ്പോ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് പല ചെടികളും ഞാൻ വളരെ വിലക്കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ. ഞാൻ നേരിട്ട് നഴ്സറികളിൽ പോയിട്ടുണ്ടെങ്കിലും ചെടികൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യണതല്ലോ. അപ്പൊ എനിക്കിത് സ്വയമായിട്ട് വില കുറച്ച് കൊടുക്കാം. അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് തന്നെ നോക്കിയാ, ഇത് നമ്മുടെ പോയിൻസിറ്റിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാ. ഇത് ശരിക്കും 4-5 കളറുണ്ട് അല്ലേ? ഇത് നവംബർ തുടങ്ങി അവിടെ തന്നെ. ഞാൻ ഡിസംബറിന് വീഡിയോ ഇടാൻ താമസിച്ചു. പക്ഷെ മിക്ക ചെടിയും എന്റെ ഒരുവിധം കൊടുത്തു. ഞാനിവിടെ വീട്ടിൽ വന്നവർക്കൊക്കെ സെയിൽ ചെയ്തു. ഈ പോയിൻസിറ്റിയുടെ തണ്ടുകൾ മുറിച്ചല്ലേ നമ്മൾ തൈ ഉണ്ടാക്കണേ? കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അത്. ഒരു മഴയൊക്കെ പെയ്ത ആ സമയമാകുമ്പോ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചു തുടങ്ങും. ഡിസംബറിലാണ് ഇതിന്റെ ഇലകൾ ചേഞ്ച് ആവുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫ്ലവർ ആയ പിന്നെ കട്ട് ചെയ്യരുത്. പിന്നെ ഇതെല്ലാം കഴിയും. നമ്മുടെ ബൊഗൈൻ മുല്ലേമ്മ ഫ്ലവർ ആകുമ്പോ അത് കഴിഞ്ഞിട്ട് പിടിപ്പിക്കില്ല. അതുപോലെ തന്നെ ഇത് പിടിപ്പിക്കണം. ഇതിപ്പോ ഒരു തൈയൊക്കെ എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? എനിക്കിപ്പോ ഇങ്ങനത്തെ ആണെങ്കിൽ ഞാനൊരു 100 രൂപ അങ്ങനെയുള്ള ഇതിനെ കൊടുക്കാം. ചിലത് 80 രൂപയും പിങ്കൊക്കെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതില് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏതാ? പിങ്ക് ആണോ റെഡ്? പിങ്കാണ് എനിക്കിഷ്ടം. ഇതൊക്കെ പിടിപ്പിക്കാൻ എളുപ്പമുള്ളത് ഈ പിങ്കാണ്. പക്ഷെ ആൾക്കാർക്ക് ഈ യെല്ലോ ഇച്ചിരി ആൾക്കാരുടെ കയ്യിൽ അധികം ഉണ്ടാവൂല. അപ്പൊ ആൾക്കാര് യെല്ലോയ്ക്ക് ചോദിക്കും. റെഡ് ഒരുവിധം ആൾക്കാരുടെ കയ്യിലുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വെക്കുമ്പോ ഇതൊക്കെ പോയിൻസിറ്റിയുടെ വെറൈറ്റി പെട്ടതാണ്. ഇവിടെ ആന്തൂറിയം ഇനത്തിൽപ്പെട്ട എലിഫന്റ് ഇയർ, ആന്തൂറിയം ക്രിസ്റ്റാലിനം, അങ്ങനെ കുറെ വെറൈറ്റി ചെടികളുണ്ട്. അപ്പൊ ഡാർലി ഒന്ന് പറഞ്ഞ്, ഇവിടെ കുറെ വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ കണ്ടല്ലോ. ഇതൊക്കെ വെരിഗേറ്റഡ് ഇനമാണ് അല്ലേ? മിനിയേച്ചർ ഇനം. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇതിന്റെ ലീഫ് കൂടിയിരിക്കാണ്, ഇങ്ങനെ ഓപ്പൺ അല്ല. ഇത് കണ്ടോ? ഇതിന്റെ പ്രത്യേകത കണ്ട. ഇതിനെ ഫോർഗറ്റി എന്ന് പറയണേ. ഇവിടെ കട്ടിങ് ഇല്ല. ആ സമയം ഇതൊക്കെ കട്ടിങ് ഉണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഇത് മിനിയേച്ചറ ഇതാണ്. പക്ഷെ ഇത് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അടി കട്ട് ചെയ്താ പിടിപ്പിക്കണേ. അതിന്റെ പീസ് വെക്കാം. പിന്നെ വിത്തിന്ന് പിടിപ്പിക്കാം. ഞങ്ങളിപ്പോ വിത്ത് വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അതും ചെയ്യാം. പക്ഷെ നമ്മൾ മിനിയേച്ചർ ആന്തോറിയം പിടിപ്പിക്കണത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിടത്ത് കാണിച്ചു തരാം.
ഇതിന്റെ ഒക്കെ ഇങ്ങനെ ഒന്നുമില്ലേ, ഇതിന്റെ ഇങ്ങനെ അടർത്തി വെക്കണേ തണ്ടുകള്. അത് നമ്മ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിക്കാം. എളുപ്പം സുഖം ഇതാണ്. ഇത് വേഗം പോട്ടെന്നറിയും, 1 മാസം കൊണ്ടൊക്കെ വേഗം രണ്ടാമത്തെ മിനിയേച്ചർ. പക്ഷെ ഈ എലിഫന്റ് ഇയർ അങ്ങനെ കട്ട് ചെയ്ത് നടാൻ പറ്റൂല. ഏതാ പറ്റില്ല. ഇതിങ്ങനെ കട്ടിങ് നമുക്ക് വേറെ പിടിപ്പിക്കാം, പെട്ടെന്നാവൂത്. പിന്നെ ഇതൊരു വെറൈറ്റി ആണല്ലോ, അത് ഡാർക്ക് ഫോം ആണത്. പിന്നെ ഇത് ക്ലാരിനേറിയം, ഇതൊരു വെറൈറ്റി ആണ്. ഇത് ക്ലാരിനേറിയം, അത് ഡാർക്ക് ഫോം. അതിന്റെ വലിയ കഴിഞ്ഞ കൊല്ലം ഞാൻ വീഡിയോ കൊണ്ടുപോയി. ഇത് പെട്ടെന്നാവത്. ഇതൊക്കെ സെയിലിന് വെച്ചേക്കണതാ അല്ലെ? സെയിലിന് വെച്ചേക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 400 രൂപ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതിന് തണലാണ് കൂടുതൽ വേണ്ടത്. തണല് വെയിൽ കൊണ്ട ഇത് തണല് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണത്. പക്ഷെ ഇതിന് വെള്ളം എന്തോരം വേണമെങ്കിൽ കാണിക്കാം, മഴയത്തും വേണമെങ്കിൽ വെക്കാം, വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിന് കൊടുക്കുന്ന വളങ്ങളോ? വളം ഞാൻ കൊടുക്കണത് കൂടുതലും കമ്പോസ്റ്റ് കൊടുക്കണം. ഇവിടെ ചെയ്യുന്ന കമ്പോസ്റ്റ്, അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫ്രഷ് ആയിട്ട് നിക്കണത് ചെടികള്. പിന്നെ ഞാൻ ചെയ്യണത് കമ്പോസ്റ്റ് കൊടുക്കും, പിന്നെ കപ്പലി പിണ്ണാക്ക് ജീവാമൃതം കൊടുക്കും, അത് നേർപ്പിച്ച് കൊടുക്കും. അല്ലാണ്ട് ഞാൻ കൂടുതൽ വളങ്ങൾ ഇങ്ങനെ എപ്പോഴും ചെടിക്ക് കൊടുക്കണതും ദോഷമാണ്. വെള്ളം കൂടാനും പാടില്ല. അതിനൊക്കെ ഒരു കണക്കുണ്ട്, അതനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. ഇനി അടുത്തത് നമ്മുടെ അലോക്കേഷൻ പരിചയപ്പെടുത്താന്ന് വിചാരിക്കണേ. ഇതൊക്കെയാണ് ഗ്രാൻഡീസ്. ഇതൊക്കെ നമ്മൾ പറിച്ച പോലെ ഇരിക്കണേ. കഴിഞ്ഞോണ്ടാ ഇതൊക്കെ കുറെ സെയിലായി ഞാൻ അത് പിടിപ്പിക്കണത് കണ്ട. ഇതൊക്കെ ഗ്രാൻഡീസ് ആണ്. വ്യത്യാസങ്ങളുണ്ട് ഇതിന്, ഇലയുടെ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ആമസോണിക്കാണ്. ഇത് എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. ആ സമയത്ത് സിൽവർ അലോക്കേഷ്യ അത് കുറച്ച് ഇതൊക്കെ ഒരു 150 രൂപ 100 രൂപയ്ക്കൊക്കെ ഇതിന്റെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ കൊടുക്കാനുണ്ട്. ഏതിന്റെ ഉണ്ട്, തീരൂല. എന്റെ ചെടി തീരില്ല. കാരണം അതുപോലെ നമ്മൾ പിടിപ്പിക്കാനുണ്ട്. പിന്നെ എനിക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. സീബ്ര കലേഡിയാണത്. പിന്നെ നമ്മുടെ കാലാനിൽ ലെന്റിനി എന്നും പറയും. ഇതും നമുക്ക് ഇതിന്റെ വരകൾ കൊണ്ടാണ് ഇത് സീബ്ര കലേഡിയം. ഇങ്ങനെ വളം കൊടുത്തിട്ടാണോ ഇങ്ങനെ? ഞാൻ ആദ്യമൊന്നും കൊടുക്കണില്ല. കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയി നിക്കണുണ്ട്. അപ്പൊ അതിങ്ങനെ ഇതിന്റെ തൈകളും ഒരുപാട് കൊടുക്കാനുണ്ട് അല്ലേ? തൈകളുണ്ട്, എല്ലാത്തിന്റെയും തൈകള് നമുക്ക്. ഈ ചട്ടിയപ്പാട് കൊടുക്കോ? ഇതിങ്ങനെ ചട്ടിയപ്പാട് കൊടുക്കും. ചട്ടിക്ക് ഞാൻ ചെറിയ ചട്ടികളൊക്കെ കൊടുക്കും, ഒരു 150 രൂപ. എന്നാലും ആൾക്കാർക്ക് കൊണ്ടുപോകണവർക്കും ഒരു വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കൊടുക്കാമല്ലോ. ഇത് നമ്മുടെ ഹോമിലോമിനയുടെ കുറച്ച് വെറൈറ്റികളാണിത്. കണ്ടത് ഇത് ഓരോന്നും ഒരേ വെറൈറ്റികളാണ് അല്ലെ? ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കും പിന്നെ ഉണ്ട്. അപ്പുറത്തുണ്ട് അതിന്റെയൊക്കെ വേറെ വെറൈറ്റികളുണ്ട്. ഇത് നമ്മുടെ ഗുൽഗുലാത്തി വെറൈറ്റി. ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ ഉണ്ട്, നിവർന്ന് തന്നെ നിൽക്കും. ഇത് ട്രിപ്ലാറ്റിന 3. അങ്ങനെ കുറച്ച് വെറൈറ്റികളൊക്കെ കാണിച്ചു തരാം. ഇത് സനഡു, ഇത് ഹോമിനോമിയുടെ വെറൈറ്റി. ഇത് നമ്മുടെ ഷിസ്മാറ്റോ കേട്ടോ. ഇതിന്റെ 3-4 സൈസ് വെറൈറ്റി ഉണ്ട് ഷിസ്മാറ്റോ. ഇത് നമ്മുടെ മാമി. ഇത് സിൽവർ ക്ലൗഡ്. വെറൈറ്റികളാണ്. ഇത് ഇച്ചിരി കേടും ഞാൻ രണ്ടാമത് ശരിയാക്കി എടുത്തതാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് വേഗം പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഫിലോഡൻഡ്രോന്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് അല്ലേ? അത് കുറെ. ഇത് മൂൺലൈറ്റ്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇത് കട്ട് ചെയ്ത് നടാൻ പറ്റും. ഇങ്ങനെ മൂള് കട്ട് ചെയ്ത്, അത് മിക്കവർക്കും അറിയാവുന്ന തോന്നുന്നു. ഇത് സിങ്കോണിയം ചെയ്യാം പെൻസി. കണ്ടോ, ഇതൊരു വെറൈറ്റി ആണല്ലോ ഈ ചെടി. ഇത് നമ്മുടെ ഗോൾഡിയാനാന്ന് പറയും. ഇത് ആൾക്കാർക്ക് ഡ്രസ്സിനേല് പറഞ്ഞതാ, ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് നല്ല ചെടിയാണ്. ഇതിന്റെ തൈകൾ ഒരു തൈ എന്ത് വിലക്കാ കൊടുക്കുക? ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു 350 കൊടുക്കാൻ പറ്റും. 300-നൊക്കെ വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അത് ഡ്രസ്സിനയുടെ ഒരു വെറൈറ്റി തന്നെയാണല്ലോ. അത് ഡ്രസ്സിനയുടെ തന്നെ കുറെ വെറൈറ്റികളുണ്ട്. ഇത് നമ്മുടെ ജിഞ്ചർ പ്ലാന്റ്. കണ്ട. പിന്നെ ഡ്രസ്സിനയുടെ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഡ്രസ്സിനകളാണ് കേട്ടോ. ഡ്രസ്സിനയുടെ പല വെറൈറ്റികളാണ്. ഇത് യെല്ലോ, വൈറ്റ്. ഇത് നമ്മള് ഫ്ലവർ വൈസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലവർ അറേഞ്ച്മെന്റ് ഞങ്ങൾ എടുക്കാറുണ്ട്. അതിന്റെ മിക്ക ചെടികളും ഇങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങൾ. പള്ളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരേ വെറൈറ്റിയാണ് അല്ലേ? ഇതും ഒരു ഇതും സൂര്യപ്രകാശം എത്തുമ്പോഴാണ് ഈ പിങ്കൊക്കെ വരും തന്നെ.
അത് അവിടെ ഉണ്ട് വേറെ പിങ്ക് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ട, ഇതിന് കുറച്ചും കൂടി കൂടുതൽ ഇത് മരത്തിന്റെ ചോട്ടിൽ വെച്ചേക്കണേ ഞങ്ങൾ റംബുട്ടാന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളാണ്. ഒത്തിരി വെറൈറ്റി ഡ്രസ്സിനെ ഉണ്ടല്ലോ, ഇത് നല്ല രസമുണ്ട്. ഇത് കിട്ടണതാണ്. ഇതിന്റെ എല്ലാം കമ്പുകൾ മുറിച്ച നടനെ അല്ലേ? കട്ടിങ് ചെയ്ത് നമുക്ക് കമ്പ് മുറിച്ചിട്ട് ഒരാഴ്ചയൊക്കെ വെള്ളത്തിലിട്ടും ചെയ്യാറുണ്ട് ആൾക്കാര്. ആണോ? ഈ 2 ആഴ്ചയൊക്കെ എത്തുമ്പോ കവറിലായ ശരിയായിക്കോളും. ഇതെല്ലാം ഇതൊരു വ്യത്യാസം. മൊത്തം എത്ര വെറൈറ്റി ഡ്രസ്സിനെ ഉണ്ട് ഇവിടെ? ഒരു 100 വെറൈറ്റി ഉണ്ട് തോന്നുന്നു. അത്ര 100 ഉണ്ടാവില്ല, 50 ഉണ്ടോ? ഇതിന്റെ തണ്ടുകളുടെ വ്യത്യാസം കണ്ടത്. ഇത് വേറെ കണ്ട ഒരേപോലെ തോന്നുന്നു, പക്ഷെ ആ വര തോന്നേക്കണ്ട. ഇതും ഇതിനും കൂടി വ്യത്യാസമുണ്ട്. ഇത് വൈറ്റ് സൈഡില് ഇത് തനി ബ്ലാക്ക്, ഇത് റെഡ് ഒക്കെ വന്നേക്കണുണ്ടോ. പിന്നെ ഇതും ഒരു വ്യത്യാസം നോക്കി ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ ഒക്കെ ഒരു ഓരോന്നും ഓരോ ടൈപ്പ്. ഇത് പഴയതാ. ഇതും വ്യത്യാസമുണ്ട്. ഇതൊക്കെ നല്ല ലീഫൊക്കെ ഇച്ചിരി വലിപ്പമുള്ള സൈസാ. ഇതിന് തണലാണോ കൂടുതൽ വേണ്ടത്? ഇതിന് നേരിയ സൂര്യപ്രകാശം കിട്ടണം, എന്നാലാണ് ആ ഇലയുടെ കളർ നമുക്ക് ചേഞ്ച് ആവും, ശരിക്കുള്ള കളർ വരുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി പച്ച കളറ് കൂടി വരും. പക്ഷെ ഇത് നല്ല വെയിലത്ത് വെച്ചാൽ കരിഞ്ഞും പോവും. സൂര്യപ്രകാശം ഇപ്പോഴത്തെ വെയില് കൂടുതലല്ലേ. ഇത് ഗുൽഗുലാത്തി കണ്ട അങ്ങനെ ഉള്ളത്. പിന്നെ ഞാൻ എന്റെ ഡുറാന്ത ഒന്ന് കാണിച്ചു തരാം. ഡുറാന്ത വളരെ ഭംഗിയുണ്ടല്ലോ, കൊറേ ഇങ്ങനെ വെച്ചപ്പോ. ഇങ്ങനെ കട്ടിങ് പിടിപ്പിക്കട്ടത്. ഇതിന്റെ ഈ തണ്ട് മുറിച്ച് ഇഷ്ടം പോലെ പിടിപ്പിച്ചെടുക്കാം നമുക്ക്. ഇങ്ങനെ ഇതൊക്കെ എന്റെ അരയിലിയ. ഇതൊരു പ്രത്യേക ഇതൊക്കെ കവർ ഒരു 25 രൂപയ്ക്കൊക്കെ സാധാരണ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സമയം അത് ആൾക്കാരൊക്കെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. അങ്ങനെ വ്യത്യാസമുള്ള ഇങ്ങനെ അടുത്ത് വ്യത്യാസം കാണിക്കാതെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വെച്ചേക്കണം. ഇത് നമ്മുടെ ഡ്രസ്സിനെ പെട്ടതാണ്. ഇത് പേര് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതിന്റെ തന്നെ വൈറ്റും ഉണ്ട്. ഇത് സാധാരണ നമ്മള് കാണാറുണ്ട്. ഇതൊരു വ്യത്യാസം നോക്കി കണ്ട. ഇതിന്റെയും കവറുകളൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. 30 രൂപയൊക്കെ ഉള്ളൂ അല്ലേ അതിന്റെ കവർ കൊടുക്കാം. ഇത് ഗ്ലോറിയോസം. ഇതും തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കൂടുതൽ എന്റെ വെയിലത്ത് കുറവാണ്. ഇതൊക്കെ അരേലിയുടെ വ്യത്യാസം നോക്കിയേ. അവിടെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കണ്ടേ. ഇത് നമ്മുടെ ഒരു പണ്ടത്തെ പപ്പടച്ചെടി എന്നൊക്കെ പറഞ്ഞ അത് ഞാൻ വ്യത്യാസം കാണിക്കാൻ വേണ്ടി അടുത്ത് വെച്ചെന്നുള്ളൂ. ഇതും ഇതിന്റെ ഇലകൾക്കും ആദ്യമായിട്ട് കാണുന്നതാ. അതെ, അത് കണ്ടിട്ടുണ്ട്, പഴയതാണ്. ഇതിന്റെ ഇല ഇതിന്റെ പേര് മറന്നുപോയി. പക്ഷെ അത് സിൽവർ പ്ലേറ്റ് ഒരു പെട്ടതാണ്. ഇതിന് ഡിമാൻഡ് ഉണ്ട് കേട്ടോ. വലിയ ഇത് ബ്ലാക്ക് അരേലിയ. ഓ ശരി. ഇത് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ടാണ് കേട്ടോ. നിറയെ പൂവുണ്ടായി. വൈറ്റ് ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞതാണ്. പിന്നെ ചെറിയ തൈമയും പൂവുണ്ടാവും അല്ലേ? ഇത് സീസൺ അല്ല, എപ്പോഴും ഉണ്ടാവും. എപ്പോഴും പൂവുണ്ടാവും. ഇത് ഒരു എത്ര കളർ ഉണ്ട് ഇവിടെ? ഇവിടെ 2 കളർ, റെഡും വൈലറ്റ് അല്ല, അത് റെഡ് തന്നെയാണ്. വൈറ്റും. ഇതിന്റെ തൈക്കള് കൊടുക്കാനുണ്ട് 25 രൂപയ്ക്കൊക്കെ. 25 രൂപയുള്ള. ശരി. എല്ലാ സെറ്റും. ഇതും അരേലിയപ്പെട്ടത് സാധാരണ. ഇതൊരു വ്യത്യാസമുള്ളതാ ഇലകൾക്ക്. ഇതിന്റെ തരി പോലെ ഉണ്ടോ? ഇതും ആൾക്കാര് 25 രൂപയ്ക്കൊക്കെ കവറുകൾ കൊണ്ടുണ്ട്. പിന്നെ ഡ്രസ്സിനയുടെ തന്നെ കുറച്ചുകൂടി വെറൈറ്റി ഉണ്ടല്ലോ. ഇത് ഫ്ലവർ അറേഞ്ച്മെന്റിന് ഉപയോഗിക്കുന്ന ഡ്രസ്സിനുകള്. ഞങ്ങൾ തന്നെ ഇത് ഇലകൾ എടുക്കും, അത്യാവശ്യക്കാർക്ക് കൊടുക്കും. ഇത് സോങ് ഓഫ് ഇന്ത്യ. മോള് കട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെയാണ് തൈകൾ വരും. അത് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷഫ്ലോറ ഓക്സിജൻ പ്ലാന്റാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിന് സഫ്ലോറയുടെ ഒരു 4 സൈസ്. ഞാൻ ഒരു ഏറ്റവും ചെറിയൊരു വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇത് 4 സൈസ് ഉണ്ട്. ഗ്രീൻ തന്നെ ഉള്ളതുണ്ട്. ഇത് ചെറിയ വൈറ്റ് ചെറിയ ലീഫ് ഉണ്ട്. പിന്നെ ഇവിടെ വലിയ ലീഫ് ഇല്ല. ഇത് സാധാരണ അങ്ങനെ 5 സൈസ് ഉണ്ട്. ഇത് നോക്കിക്കോട്ടെ. ഇത്
ഈ ഡ്രസ്സിനേൽ ഇതാണ് കുറേ കൂടി വെറൈറ്റി ഇത് പുതിയ മോഡലാ, അത് പഴയതാ. പഴയത് കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത്. പിന്നെ അതെ ഡ്രസ് ഇതും പച്ചയും ഇതും വ്യത്യാസമുണ്ട്. ഇത് അതിന്റെ ഇലകളും വെറൈറ്റി ആയിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. മറ്റേത് ഗ്രീൻ ആയിരിക്കും ഫുള്ള, ഇത് എല്ലാം കൂടി ഇവിടെ ഉണ്ട്. ഇത് ക്രോട്ടന്റെ ഹൈബ്രിഡ് ആണ്, എന്നാലും അതിന്റേതായ ഒരു ഭംഗി. ഇത് പണ്ടത്തെ ഒക്കെ തോന്നിക്കണില്ല. പിന്നെ ഇതോ, ഇത് നമ്മുടെ ആൻഡ്രസ് ക്രോട്ടന്റെ വെറൈറ്റി. അതും ക്രോട്ടൻ ആണോ? ഏതാ ഇതല്ലേ? ഇതും രണ്ടും ക്രോട്ടൻ. ഇത് ആപ്പിൾ ക്രോട്ടൻ. പക്ഷെ ഇതാണ് വലുതാവുള്ള. ഞാൻ എന്റെ മണ്ണൊക്കെ മാറ്റി നോക്കണം നമുക്ക്. ഇതിനും വെറൈറ്റി ആണല്ലോ ഇത്. എലിക്കോണിയുടെ വെറൈറ്റി. ഇതിന്റെ ഇലക്കും ഭംഗിയുണ്ട്, പൂ മാത്രല്ല. ഫ്ലവർ സാധാരണയാണ്, പക്ഷെ ഇലക്കാണ് വ്യത്യാസം. ഭംഗിയുണ്ട്. നമുക്ക് കുറെ പിടിപ്പിച്ചെടുക്കാം. അടിയെന്ന് തൈക്കൾ മുളച്ചു ഞാൻ ഒരെണ്ണം നിലത്തോട്ട്, പിന്നെ അല്ലെങ്കിൽ ചട്ടിയിലായാലും നമുക്ക്. ഇത് വൈറ്റ് സ്നേക് പ്ലാന്റ്. ഇത് നമ്മുടെ CC പ്ലാന്റ്. ഇതൊക്കെ തൈക്കള് ഞാൻ പിടിപ്പിക്കണ സ്ഥലമുണ്ട് എന്റെ. ഇതൊക്കെ നമുക്ക് 30 രൂപയൊക്കെ വെച്ച് കലാത്തികളെ കൊടുക്കാം നമുക്ക്. അപ്പൊ അത്യാവശ്യക്കാർക്ക് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ 30 രൂപയുള്ളൂ. ഇതൊക്കെ 30 കലാത്തികളൊക്കെ വെറുതെ തണ്ട് മുറിച്ച് ഇത് വേഗം പിടിക്കും. ഒരാഴ്ചയൊക്കെ മതി ഇത് പിടിക്കാനായിട്ട്. നമുക്ക് വലിയ ഇതില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റികളും ആൾക്കാർ വരുമ്പോ കൊണ്ടുപോകാൻ വേണ്ടി ഏതാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വില കുറഞ്ഞവർക്ക് വില കുറഞ്ഞത് കൂടിയത് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അഗ്ലോണിമയും കലാത്തിയും എല്ലാം ചേർന്നത്. ഇത് സിൽവർ പ്ലേറ്റ്, അങ്ങനെ കുറച്ച് കലാത്തികൾ. ഈ കലാത്തിയൊക്കെ ഇച്ചിരി റിസ്ക്. അത് ഇങ്ങനെ കരിച്ചിലൊക്കെ വരുമ്പോ ഇവിടെ ഇച്ചിരി ചൂട് കൂടുതലുണ്ട്. ഇതും ഒരു അഗ്ലോണിയമ്മയുടെ. ഇത് ഈ അഗ്ലോണിയമ്മ പറയാൻ കാരണം കേട് വന്നു പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. രണ്ടാമത് ഞാൻ പിടിപ്പിച്ചെടുത്തതാ, സാഫൊക്കെ മുക്കി. പിന്നെ ഇതും ഞങ്ങളുടെ ബേർഡ് നെസ്റ്റ് ഫേണ. ഇതിന് വെയില് പാടില്ല. ഇതും കലാത്തിയെ പെട്ടതാണ്. ഡിഫൻബക്കയുടെ വെറൈറ്റികളാണ് കേട്ടോ. ഇത് ബോൺ ഫിഷ് എന്ന് പറയുന്നത്. അതല്ലേ, മീനിന്റെ മുള്ളു പോലെ തോന്നുന്നു. ചേച്ചിക്ക് ചെടിയുടെ അതുകൊണ്ടാണ് ബോൺ ഫിഷ്. ഇത് ഡൈഫിമിക്കയുടെ തന്നെ ചെറിയ. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വ്യത്യാസം. ഇത് അരിവ് കണ്ട വൈറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് കണ്ട വാഴയുടെ പോലെ ഉണ്ട്, ഇങ്ങനെ നല്ല വാഴയില പോലെ. അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്നാലും അത് നമുക്ക് ആ കവറൊക്കെ ഒരു 30 രൂപ 40 രൂപ അങ്ങനെ കൊടുക്കാം. ഇതിന് ഇച്ചിരി ഉണ്ട്. ഇതൊരു 250 രൂപ. സാധാ ഇത് പനകള്. ഇത് നമ്മുടെ ലില്ലി. ലില്ലി പൂവിട്ടല്ലോ. ഇതണ്ട, ഇത് ഇന്നാ വിടർന്നേക്കണതാ. ഇത് സാധാരണ ലില്ലി. ഞാൻ ഇത് എന്റെ കയ്യിൽ ഉണ്ടായില്ല, അപ്പൊ ഞാൻ ഇത് സംഘടിപ്പിച്ചതാ. ഇതിന്റെ എല്ലാ വ്യത്യാസം കണ്ട ലില്ലിയുടെ. ഇതൊന്നും ഫ്ലവർ ഉണ്ടായി. ഇതിനൊക്കെ നിറയെ നനയ ആവശ്യമുള്ളതല്ലേ? വെയില് പാടില്ല. വെയിലും പാടില്ല, നനയും. ഇങ്ങനെ മരത്തിന്റെ ഒക്കെ ചോട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഷീറ്റിന്റെ ചോട്ടിൽ വെക്കണേലും നല്ലത് ഇങ്ങനെ തുറന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ മതി. സൂര്യപ്രകാശം അടിക്കരുത്. ചെടികൾ നടുമ്പോ കവറിലാക്കുമ്പോ വളങ്ങൾ കൊടുത്തിട്ടാണോ ഇത് നടണേ? ഞാൻ ആകെ കൊടുക്കണത് നമ്മുടെ കമ്പോസ്റ്റും മണ്ണും മിക്സ് ചെയ്ത്, അല്ലാണ്ട് ചാണപ്പൊടിയൊക്കെ ഇടുമ്പോ കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ വളം അപ്പൊ കൊടുക്കണ്ട, പിന്നീട് പിടിച്ചു കഴിഞ്ഞിട്ടാണ് വളം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ വേഗം ആ വേര് പാസ് ചെയ്ത് നമുക്ക് വേഗം ചെടികളൊക്കെ പിടിച്ച് കിട്ടും. അതിൽ വലിയ പ്രശ്നങ്ങളും മണ്ണില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടത്തൊക്കെ മണ്ണൊക്കെ നല്ലതാണ്. മണല് കൂടിയ മണ്ണൊക്കെ കാരണം ചെടികൾക്കൊക്കെ പെട്ടെന്ന് വളർച്ചയുണ്ടാവും, വേരോട്ടം കിട്ടും. വേരോട്ടം വേഗം പിടിക്കുകയും ചെയ്യും. എത്ര വർഷമായി ഈ ഗാർഡൻ ഇങ്ങനെ തുടങ്ങിയിട്ട്? കുറെ ഇതൊന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിന്റെ ചെടിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആള് LLB ഒക്കെ പഠിക്കുമ്പോ ഇവിടെ ചെടികളൊക്കെ നടലും അങ്ങനെയുള്ള ഒരു ഇത് അന്തരീക്ഷത്തിലായിരുന്നു ഞാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ബിസിനസ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ എന്റെ വീഡിയോ ഒന്ന് ഇട്ടതാ. ഞാൻ വാങ്ങിച്ച ചെടികളൊന്നും അല്ലത്. അപ്പൊ അത് വീഡിയോ കൊണ്ട് ആൾക്കാർക്ക് ഈ ചെടിയോട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ വന്നു തുടങ്ങി. അങ്ങനെ സെയിലായതാ. പിന്നെ ഇവിടെ വേണ്ട സ്ഥലമുണ്ട്, പഴയ കാലത്തെ നല്ലൊരു വീടും
വീടുണ്ട്, സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, എല്ലാ മണ്ണുണ്ട്. പണിക്ക് പറമ്പിലെ പണിക്കൊക്കെ ആള് കിട്ടുമ്പോ അവരെയും കൊണ്ട് ഞാൻ ചെടിയും ചെയ്യിക്കും. മണ്ണൊക്കെ അവർ കൊണ്ടുവന്നിട്ട് അത് നടലും കാര്യങ്ങളും കട്ട് ചെയ്ത് പിടിക്കലും അത് നടലൊക്കെ ഞാൻ തന്നെ ചെയ്യണത്. പിന്നെ എനിക്കൊരു മോനുള്ളൂ. മെഡിസിന് പഠിക്കുക അല്ലേ? MBBS കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് MBBS. എപ്പോഴും ഫ്രീ ആണ് വീട്ടില്. അതാണ് എനിക്ക് അവന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വരുമാനം നോക്കിയാൽ മതില്ല അവന്റെ കാര്യങ്ങള്. അപ്പൊ എനിക്ക് കൂടുതൽ ചെടിയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റണേ. ഇത്രയും ചെടികളുടെ സംരംഭം തുടങ്ങിയിട്ട് എന്താ ഇതുകൊണ്ട് മനസ്സിന് നല്ല സന്തോഷം കിട്ടി? അയ്യോ, നല്ല മനസ്സിന് സന്തോഷം. നമ്മൾ അറിയില്ല ഈ സമയം ഇതിലേക്ക് കൊറേ സമയം. ഞാൻ ഉച്ചക്കൊക്കെ ചിലപ്പോ ഞാൻ ഊണ് കഴിക്കാൻ കയറുമ്പോ 2 മണി അങ്ങനെയൊക്കെ ആവും. പിന്നെ വിളിക്കുമ്പോഴൊക്കെയാണ് ഞാൻ സമയം ചെയ്യണത്. പക്ഷെ നമ്മ ഇതിലേക്ക് ഇറങ്ങി അറിയാണ്ട് തന്നെ നമ്മ ഇതിലേക്ക് വന്നു പോകും. നമ്മുടെ വീട്ടമ്മമാർക്ക്, വീട്ടില് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയ്യോ, ഞാനല്ല 100%. ഇപ്പൊ എന്താ പറഞ്ഞാൽ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ള കാരണം നമ്മുടെ ചെടി എവിടെ ഉണ്ടോ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ വന്നോളും. അപ്പൊ നമുക്ക് അതൊരു സെയിലും കിട്ടും. പിന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം. പിന്നെ ഇവിടെ വന്ന് ഞാൻ ആൾക്കാരോടൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ആരെ കൊണ്ടുപോയിട്ട് പിടിപ്പിക്കണം. ചിലവരൊക്കെ അപ്പനും അമ്മയൊക്കെ പുറത്തായിരിക്കും, പിള്ളേര് പുറത്തായിരിക്കും, അപ്പനും അമ്മ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് പിള്ളേരൊക്കെ വരുമ്പോ ചെടി വാങ്ങിച്ചു കൊടുത്തിട്ട് പോവാണ് അവര് പുറത്തേക്ക്. അപ്പൊ അപ്പനമ്മ അത് കണ്ട് സന്തോഷിച്ചിരിക്കാൻ വേണ്ടി നട്ടൊക്കെ. അപ്പൊ മനസ്സിനൊരു സന്തോഷം, ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ രോഗങ്ങൾ മാറും, ഇത് മാറും. പിന്നെ എല്ലാ വീട്ടമ്മമാരും ഇതിലേക്ക് വന്ന് ഇങ്ങനെ ഞാൻ പറയണ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ താഴെയിരുന്നു ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും കൂടുതൽ നമ്മ പൈസ ഇറക്കി ചെടികൾ ചെയ്യണേലും നല്ലത് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ചെടിയുമ്മ തുടങ്ങി നമുക്ക് വലിയ വലിയ ചെടിയിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നമുക്കൊരു അധ്വാനം വേണ്ട. നമ്മ പൈസ മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ മനസ്സിന് സന്തോഷം വേണം. പിന്നെ നമ്മ ഇതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കൂടുതലും സന്തോഷം കിട്ടും, ഒറ്റപ്പെടൽ നിന്ന് മാറുകയും ചെയ്യും കേട്ടോ. ഇന്നത്തെ ദിവസം ഈ ഗാർഡൻ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം തന്ന ഡാർലിക്ക് വളരെ താങ്ക്സ് പറയുന്നു. ഞാൻ എല്ലാ വെറൈറ്റിയും ചെടികളും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങള് വാട്സപ്പില് യൂട്യൂബില് ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഡാർലി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ആവശ്യമുള്ളവര്. വളരെ വിലക്കുറവാണ് ഇവിടെ ചെടി. ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട്. അപ്പൊ ചെടിയുടെ ഒരാളാണ് കേട്ടോ. അറിയാം, എല്ലാവരും അറിയായിരിക്കും. എന്നാലും കൂടുതൽ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും വീഡിയോ കാണണം.